പഴയ കാലത്തോല ആട്ടുകല്ലിൽ ആട്ടി അപ്പമോ ദോശ എന്തെങ്കിലും ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ? എന്നാൽ നമുക്കിപ്പം അങ്ങനെ ആട്ടുകല്ലിൽ ആട്ടി അപ്പവും ദോശയും കഴിക്കാനുള്ള മാർഗ്ഗം. ഇത് അപ്പത്തിനാണ്. തേങ്ങ, പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്തത്, ഇച്ചിരി ചോറ്, ഇതെല്ലാം കൂടെ ഇട്ട് അരച്ച് നമ്മൾ ഇങ്ങനെ അരയ്ക്കുമ്പം തന്നെ അതാ കുറച്ച് ഈസ്റ്റും കൂടെ അതിലോട്ട് ഇടണം. ഉണ്ടോ? ഇത്ര ഈസ്റ്റും കൂടെ ഇട്ട് നമ്മൾ അരച്ചാൽ നമുക്ക് പിന്നെ സോഡാപ്പൊടി ആവശ്യം ഉണ്ടാവില്ല. സോഡാപ്പൊടിയൊക്കെ ചേർത്താണ് ആൾക്കാർക്ക് അസുഖങ്ങൾ വരുന്നത്. നമുക്ക് ഇതിലിട്ട് അരയ്ക്കാം. കണ്ടോ? ഇങ്ങനെ അരച്ച് നമുക്ക് അപ്പം ഉണ്ടാകും. ഇതിനെ നമ്മൾ വൈകുന്നേരത്ത് നമ്മൾ കവിയൊക്കെ ഇട്ട് കലക്കി നമ്മൾ അടച്ച് വെച്ചിട്ട് നമ്മളത് ഒരു നുള്ളു സോഡാപ്പൊടി പോലും ചേർക്കാൻ പാടില്ല. അടച്ച് വെച്ചിട്ട് നമ്മൾ എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കും. റെഫ്രിജറേറ്ററിൽ വെച്ച് അത് രാത്രിയാകുമ്പം പൊങ്ങിയിരിക്കണം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കണം. രാവിലെ ആകുമ്പോൾ നമുക്ക് നല്ല പരുവത്തിലായിട്ട് നല്ല പാലപ്പം, വെള്ളയപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം എല്ലാവരും മിക്സിയിലൊക്കെ എല്ലാം ഉണ്ടാക്കി, മിക്സിയിൽ ഗ്രൈൻഡറിലൊക്കെ ഉണ്ടാക്കി, മെഷീനിൽ ശരീരം അനങ്ങാതെ ആൾക്കാർക്ക് അസുഖമൊക്കെ പിടിച്ച് വരുന്നത്. മനുഷ്യന് ആരോഗ്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ അരച്ച്, പണ്ടത്തെ ആൾക്കാർ അരച്ച് പഴയ തലമുറ, പഴയ പിൻഗാമികൾ അരച്ച് ഉണ്ടാക്കി അരച്ചൊക്കെ ഉണ്ടാക്കി കഴിക്കും പോലെ കഴിച്ചാൽ നമ്മൾ ആരോഗ്യത്തിനൊന്നും ഒരു കേടും വരില്ല. ശരീരവും നമ്മളെ കൈയും കാലും എല്ലാം ഇളകും. രാവിലെ ഓടാനും നടക്കാനും ഒക്കെ ആൾക്കാർ പോകുന്നുണ്ടല്ലോ, അവർക്കും ഒക്കെ ഉള്ള ഒരു പ്രത്യേക ഒരു എൻ്റർടൈൻമെൻറ്റാണ് ഇത്. ഇതൊന്ന് നിങ്ങൾ പരീക്ഷിച്ച് നോക്ക്. നിങ്ങൾ നല്ല തടിച്ച് കൊഴുത്തവരൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ തടിയും എല്ലാം മാറും. ഇതിൽ നമ്മൾ സാധാരണ വെള്ളം തന്നെ നമുക്ക് പാകത്തിന് കുറേശ്ശെ അതാ ഇങ്ങനെ തളിച്ച് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. പാകത്തിന് ഒഴിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഉണ്ടോ? ഇതും കൂടെ ഒഴിച്ചിട്ട്